ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളപ്പോൾ എൻട്രീസ് ട്രാൻസ്ഫറി കമ്പനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുത്തേണ്ട എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 4 മെത്തേഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും പഠിച്ചതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വായിക്കാം. P Limited and Q Limited were amalgamated on from 1st 4 2015. April 1st ഇത് അമാൽഗമേറ്റ് ചെയ്യുന്നത്. A new company PQ Limited was formed to take over the business of existing companies. And അവരുടെ ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. അപ്പം P Limited and Q Limited ആണ് ഇവിടെ ട്രാൻസ്ഫറർ കമ്പനീസ് എന്ന് പറയുന്നത്. 2 കമ്പനീസാണുള്ളത്. They are going to liquidate and a new company formed PQ Limited in order to take over the business of this existing companies. അപ്പോൾ ഇവിടെ 2 കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ പുതിയ ന്യൂ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കുക. ഫസ്റ്റ് അസറ്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പം ഫിക്സ്ഡ് അസറ്റ്സ് എത്രയാണ് P Limited ആൻഡ് Q Limitedൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. 4,80,000 ആൻഡ് 3,20,000. അതൊന്ന് ലെസ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി എടുക്കുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ട് 4 lakhും ആൻഡ് 2,60,000 കൺസിഡർ ചെയ്താൽ മതി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് 2 കമ്പനീസിൻ്റെ തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് അസറ്റ്സിൽ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്. ഇനി ലയബിലിറ്റീസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട് ഓഫ് ₹10 ഈച്ച്. 10 ആണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. 2,40,000 ആൻഡ് 1,60,000. സോ അവിടെ ഷെയർസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാകും? 2,40,000 ഓഫ് ₹10 ഈച്ച് വരുന്ന ഷെയർസ് ആണെന്ന് പറയുമ്പോൾ 24,000 P Limited ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം Q Limited ആണെങ്കിൽ 16,000 ഷെയർസും ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് ആണ് തന്നിട്ടുള്ളത്. അത് 1,20,000 ആൻഡ് 80,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1,20,000 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ 1,200 ആണ് P Limitedൻ്റെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. Q Limitedന് 800 ഉണ്ടാകും. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട്സിൽ ഫസ്റ്റ് ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. ദെൻ ബാക്കി വരുന്ന ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് സെക്യൂർഡ് ലോൺ, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സ്. ഇത്രയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതർ ഇൻഫോർമേഷനിൽ തന്നിട്ടുള്ള ഏരിയ നോക്കുക. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെറ്റ് അസറ്റ് മെത്തേഡാണോ അല്ലെങ്കിൽ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണോ ഓർ ലെംസം മെത്തേഡാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതർ ഇൻഫോർമേഷൻ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ 2 കമ്പനീസ് ആർ issued equivalent numbers of 12% preference shares of PQ Limited at ₹125 per share. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ആയിട്ട് എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത് എന്നാണ്. അതായത് P Limited ആൻഡ് Q Limited 2 കമ്പനീസിൻ്റെ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. P Limited ആൻഡ് Q Limitedൽ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഓരോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വാലൻറ്റ് നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് PQ Limited ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അറ്റ് 12% ഇൻട്രസ്റ്റ് വരുന്ന. ഇവിടെ നിങ്ങൾക്ക് 10% പ്രിഫറൻസ് ഷെയർസ് ആണ് 2 കമ്പനിക്കും P Limited ആൻഡ് Q Limitedനുള്ളത്. സെയിം നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് തന്നെ PQ Limitedൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹125 പെർ ഷെയർ ആണ്. ഇവിടെ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ നോക്കുക, പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ പറയുന്നത് ₹100 ആണ്. സോ അവിടെ ₹100 ഫേസ് വാല്യൂ പ്ലസ് ₹25 പ്രീമിയത്തിലാണ് ഈ ഒരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫറി കമ്പനി. അതാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന P
PQ Limited will issue one equity share of rupees 10 each for every share of P Limited and Q Limited. The shares are issued at a premium of rupees 5 per share. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസും സെയിം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് PQ ലിമിറ്റഡ് അല്ലെങ്കിൽ ന്യൂ കമ്പനിയിലും ഒരു ഷെയർ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെയും ഫേസ് വാല്യൂ നോക്കുക. ഇപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനീസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിന് 10 റുപ്പിയാണ്. അത് ന്യൂ കമ്പനി ആവുന്ന സമയത്ത് 10 റുപ്പി പ്ലസ് 5 റുപ്പി പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ കറണ്ട് എത്രയാണോ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് അത്ര തന്നെ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ആണ് ന്യൂ കമ്പനിയിൽ കിട്ടുന്നത്. പക്ഷേ ഫേസ് വാല്യൂ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കും ഈ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. And prepare the balance sheet of PQ Limited on the assumption that the amalgamation is in the nature of merger. അപ്പോൾ മേജറിൻ്റെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഒരു ഏരിയ വെച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം നെറ്റ് അസെറ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാകും? അസെറ്റിൻ്റെ റീവാല്യൂഡ് എമൗണ്ട് തന്നിട്ടുണ്ടാകും. ഇവിടെ അങ്ങനെ ഒരു എമൗണ്ട് തന്നിട്ടില്ല. ആൻഡ് ലംസം മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ എത്രയാണ് എഗ്രീഡ് എമൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏത് മോഡ് യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടോ ഇക്വിറ്റി ഷെയർസ് ആയിട്ടോ എങ്ങനെയാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നതെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പ്രിഫറൻസ് ഷെയർസായിട്ടും ഇക്വിറ്റി ഷെയർസുമായിട്ട് മാത്രമാണ് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന മെത്തേഡ് കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 ഐറ്റമാണ് വരുന്നത്. അതിൽ നിങ്ങൾ ഇവിടെ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ടേബിൾ ലൈക്ക് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പി ലിമിറ്റഡിൻ്റെ എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ക്യൂ ലിമിറ്റഡ് ചെയ്യാം. ഇവിടെ ഇത് ഒരു ഈസി മെത്തേഡിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര കിട്ടും പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞു പി ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000 ആണ്, ഓഫ് റുപ്പീസ് 100 ഈച്ച്. സോ അവിടെ 1,200 ഷെയർസാണ്, പ്രിഫറൻസ് ഷെയർസാണുള്ളത്. അത് പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് 125 റുപ്പീസിനാണ്. സോ 1,50,000 ആണ് പി ലിമിറ്റഡിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്യൂ ലിമിറ്റഡിന് എത്രയുണ്ട്? 80,000 ആണ് പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. സോ 800 പ്രിഫറൻസ് ഷെയർസാണ്, 100 റുപ്പി ഫേസ് വാല്യൂ വരുമ്പോൾ. സോ 800 × 125 ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ലിമിറ്റഡിന് എത്ര പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളത് കിട്ടി. ഇനി ഇതുപോലെ തന്നെ 2 കമ്പനീസിനും ഇക്വിറ്റി ഷെയർസ് കൂടെ പേ ചെയ്യുന്നുണ്ട്. സോ ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 24,000 ആണ് പി ലിമിറ്റഡിലുള്ളത് ആൻഡ് 16,000 ആണ് ക്യൂ ലിമിറ്റഡിനുള്ളത്. ആൻഡ് ഫേസ് വാല്യൂ നമ്മൾ പറഞ്ഞു 10 റുപ്പി പ്ലസ് 5 റുപ്പി പ്രീമിയം എമൗണ്ട് കൂട്ടി 15 റുപ്പീസിനാണ് ഇക്വിറ്റി ഷെയർസ് പേ ചെയ്തിരിക്കുന്നത്. സോ 2 എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് പി ലിമിറ്റഡിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 1,50,000 പ്ലസ് 3,60,000 ആണ്. ആൻഡ് ക്യൂ ലിമിറ്റഡിൻ്റെതും അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ പി ലിമിറ്റഡിന് ഇവിടെ 1,10,000 പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യൂ ലിമിറ്റഡിന് 3,40,000 ആണ് വന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മളുടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസിലേക്കാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്ന ജേണൽ എൻട്രീസാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആൻസറിലേക്ക് നോക്കിയാൽ മതി. കാരണം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യനും കൂടെ മാച്ച് ചെയ്തുകൊണ്ട് എമൗണ്ടുകൾ
അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ചതിന് ശേഷം ആൻസറിലേക്ക് നോക്കുക. അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ കേസിൽ ഫസ്റ്റ് വരുന്ന ജേണൽ എൻട്രി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാ അസറ്റ്സും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, എക്സെപ്റ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഇനി ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളുടെ ബുക്ക് വാല്യൂവിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് ഇൻഡിവിജ്വലി നോട്ട് ചെയ്യുക. ഇവിടെ ക്യാഷ് ഓർ ബാങ്കിൻ്റെ കേസ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമ്മളത് ടേക്ക് ഓവർ ചെയ്തു എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. ദെൻ ഫിക്സ്ഡ് അസറ്റിൻ്റെ കേസിൽ പറഞ്ഞു ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് വരുന്ന എമൗണ്ട് നമ്മൾ എടുത്താൽ മതി. ഇവിടെ 4,80,000 ഉള്ളത് 80,000 ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് 4 lakh ആണ് അതിൻ്റെ ഫൈനൽ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എമൗണ്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റിലേക്ക് ഫൈനൽ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നറേഷൻ ചെയ്ത ട്രാൻസ്ഫർ ഓഫ് വേരിയസ് അസറ്റ്സ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അസറ്റ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിന് ക്ലോസ് ചെയ്യുക ഡെബിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ബാലൻസ് ഷീറ്റിൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് സെക്യൂർഡ് ലോൺ, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ് ഉള്ളത്. ബാക്കി വരുന്ന ഈ ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ 3 ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് വരുന്നത്. അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ഇൻഡിവിജ്വലി ക്ലോസ് ചെയ്യുന്നു ആൻഡ് അതിൻ്റെ നറേഷൻ എഴുതുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ തേർഡ് എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുമ്പോൾ വരുന്ന എൻട്രിയാണ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ട്രാൻസ്ഫറർ കമ്പനി നമുക്ക് എന്ത് തരണം? പർച്ചേസ് കൺസിഡറേഷൻ തരണം. അപ്പോൾ ആ ഒരു പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ഫസ്റ്റ് നമ്മൾ പി ലിമിറ്റൻ്റെതാണ് എഴുതുന്നത്. പി ലിമിറ്റൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ 5,10,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? PQ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ നമ്മുടെ ട്രാൻസ്ഫറർ കമ്പനി ടു റിയലൈസേഷൻ അക്കൗണ്ട് 5,10,000 ആണ് എമൗണ്ട്. ഇനി നറേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ഫ്രം PQ ലിമിറ്റഡ്, അത് നിങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയി കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്താ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ടും ഇക്വിറ്റി ഷെയർസുമായിട്ടാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. സോ എൻട്രി പ്രിഫറൻസ് ഷെയർസ് ഇൻ PQ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ, ഇക്വിറ്റി ഷെയർസ് ഇൻ PQ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്ഫറർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി വിച്ച് മീൻസ് PQ ലിമിറ്റഡ്. അതിൻ്റെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് എഴുതുക. ഇപ്പം നമുക്ക് PC അല്ലെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടാവുക ടേക്ക് ഓവർ ചെയ്യാത്ത അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ സെയിൽ ചെയ്യുന്നതും ആൻഡ് ടേക്ക് ഓവർ ചെയ്യാത്ത ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ സെറ്റിൽ ചെയ്യുന്നതുമായിട്ട് 2 എൻട്രി ഉണ്ടാകും. ഈ കേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും തരാത്തത് കൊണ്ട് അതിൻ്റെ നെക്സ്റ്റ് എൻട്രിയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, വിച്ച് മീൻസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റിസീവ് ആയിരിക്കുന്ന ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ടാവുക പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ P ലിമിറ്റഡിന് പേ ചെയ്യുന്നത് 1,50,000 ആണ്. നമ്മൾ കാൽക്കുലേഷനിൽ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് 125 rupees വെച്ചുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പേ ചെയ്യുന്നത്. അതായത് 100 + 25 പ്രീമിയത്തിനാണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000 മാത്രമേ ഉള്ളൂ. സോ നമ്മളവിടെ ഒരു എക്സസ് 30,000 പേ ചെയ്ത് അതാണ് നമ്മളുടെ പ്രീമിയം എന്ന് പറയുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് 1,200 ആണ് P ലിമിറ്റഡിൻ്റെത്, ഇൻറ്റു 25 നമ്മളുടെ പ്രീമിയം എമൗണ്ട് ആണ്. സോ
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ നമ്മളുടെ ആക്ച്വലി ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 1,20,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് 1,50,000 ഉണ്ട്. നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1,50,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഡെബിറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള എമൗണ്ട്, ഒരു ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ട 30,000 നമ്മൾ റിയലൈസേഷൻ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് പേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് വേറെ പേയ്മെൻറ്റ് മെത്തേഡ് ഇല്ല. സോ റിയലൈസേഷൻ അക്കൗണ്ടിലാണ് നമ്മൾ ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന 30,000 പ്രീമിയം എമൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ഇനി വരും. സോ നിങ്ങൾ നോക്കുക, ആക്ച്വലി എത്ര ബാലൻസ് ഷീറ്റിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, എത്ര നമ്മൾ പേ ചെയ്തു. എക്സ്ട്രാ ആണ് നമ്മൾ എമൗണ്ട് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു എക്സ്ട്രാ നമ്മൾ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഈ ക്വസ്റ്റ്യനിൽ 30,000. ഈ ഒരു എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നത്. സോ റിയലൈസേഷൻ അക്കൗണ്ട് എത്രയാണോ ഈ ഒരു എക്സസ് എമൗണ്ട് പേ ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യാം. സോ നമ്മളുടെ എൻട്രി വിൽ ബി ലൈക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1,20,000, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ 30,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,50,000. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ടിൻ്റെ എൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ വൈൻഡിങ് അപ്പിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്രത്തോളം എമൗണ്ട് ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായിരിക്കും നമ്മൾ എൻട്രി എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇക്വിറ്റി നമ്മളുടെ ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ദെൻ ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇത്രയും എമൗണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ടതാണ് പി ലിമിറ്റഡിൻ്റെ കേസിൽ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത്രയും എമൗണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എങ്ങനെ ചെയ്യാം, ഒരു 2-3 എൻട്രി എഴുതാനുള്ളൊരു സ്പേസ് വിട്ടതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഈ ഒരു എൻട്രി വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരും. ഇവിടെ നോക്കുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ഫസ്റ്റ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് 9,60,000 വെച്ചുകൊണ്ടാണ്. സോ എൻട്രി ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9,60,000 ആണ്. ഇനി ഇതുപോലെ റിയലൈസേഷൻ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും എൻട്രി കാണുന്നുണ്ടോ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 30,000 വെച്ചിട്ട്. വേറെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന എൻട്രീസ് ഒന്നും കാണുന്നില്ല അല്ലേ. അപ്പം ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ടാണ് വരുന്നത്, 9,60,000 പ്ലസ് 30,000, വിച്ച് മീൻസ് 9,90,000 ഡെബിറ്റ് സൈഡ് റിയലൈസേഷനിൽ ഡെബിറ്റ് ഉണ്ട്. അതുപോലെ ക്രെഡിറ്റ് സൈഡ്, റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ത് വരും എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എമൗണ്ടിൽ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒരു 3,60,000 റിയലൈസേഷൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് എമൗണ്ട് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിരുന്നപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് 5,10,000 വെച്ച് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. 2 എമൗണ്ട് വരുന്നുണ്ട്. അത്രയാണ് റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ഇത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം,
ഇതിൻ്റെ ബാലൻസ് ഡെബിറ്റ് സൈഡ് 9,90,000 വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡ് 8,00,000 സംതിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഡെബിറ്റാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. ക്രെഡിറ്റ് സൈഡ് അപ്പോൾ കുറഞ്ഞു വരുന്ന ആ ഒരു ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ റിയലൈസേഷൻ ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റിലേക്ക് നിങ്ങൾ അത്ര കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ ഒരു 1,20,000 കുറഞ്ഞ എമൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എക്സ്ട്രാ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോസ് എന്ന് പറയുന്നത്. ഇഫ് ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലോസാണ്, ക്രെഡിറ്റാണ് കൂടുതൽ ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലോസ് ആയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്, ലെഡ്ജർ അക്കൗണ്ട്സ്. സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന എൻട്രിയിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റംസും നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഏരിയാസിലേക്ക് എടുത്തെഴുതണം. ഫസ്റ്റ് നിങ്ങൾ അസറ്റ്സ് മൊത്തം ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാകും, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാകും. ദെൻ ഒരു വരുന്ന എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിരുന്നപ്പോൾ ക്രെഡിറ്റ് ചെയ്ത ഒരു എൻട്രി ഉണ്ടാകും ബൈ PQ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വന്നിരിക്കുന്ന എമൗണ്ട് 30,000 നമ്മൾ ഈ ഒരു റിയലൈസേഷൻ എമൗണ്ട് വെച്ചുകൊണ്ടാണ് പേ ചെയ്തിരിക്കുന്നത്, എക്സസ് എമൗണ്ട്, അതും നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9,90,000 ഡെബിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് അത് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് വന്നിരിക്കുന്ന ഈ ഒരു ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോസാണ്, ഡെബിറ്റ് എക്സസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. ഇങ്ങനെയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലോസ് ആണോ ഓർ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എൻട്രി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എഴുതുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്, എത്രയാണോ ലോസ്. ഇതുകൂടെ വന്നാൽ മാത്രമേ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് എത്ര എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത്. ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്ര പേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 1,50,000 ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ന്യൂ പ്രിഫറൻസ് ഷെയർസ് ഓപ്പൺ ചെയ്യുക. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻ PQ ലിമിറ്റഡ് 1,50,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 3,60,000 ആണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് 2 എൻട്രീസ് എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് പേ ചെയ്യുന്ന എൻട്രിയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രിയാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു, നെക്സ്റ്റ് ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഡ്യൂ ആകുന്ന എൻട്രി ചെയ്തു, അത് റിസീവ് ചെയ്ത് എൻട്രി ചെയ്തു. പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് ഡ്യൂ ആയി എന്നുള്ള എൻട്രി എഴുതി. പിന്നെ അതിനുശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുന്ന എൻട്രി എഴുതി. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തു, വെദർ ഇറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ലാസ്റ്റ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് വേണ്ട പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇത്രയും എൻട്രിയാണ് എഴുതാനുള്ളത്. എൻട്രി നിങ്ങൾ ജേണൽ എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഇനി ഈ എൻട്രി വെച്ചുകൊണ്ട് നിങ്ങൾ ബാലൻസ് ലെഡ്ജർ അക്കൗണ്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ ട്രാൻസ്ഫറി കമ്പനിയുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഒരു റിയലൈസേഷൻ അക്കൗണ്ടിലേക്കുള്ള എമൗണ്ട് ഉണ്ടാകും. ദെൻ അത് നമ്മളുടെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയ സമയത്ത്. പിന്നെ വരുന്നുണ്ടാകുക നമ്മളുടെ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് കൊടുത്തതെന്നുള്ളത്,
പ്രിഫറൻസ് ഷെയർസായിട്ടും ഇക്വിറ്റി ഷെയർസായിട്ടും അവിടെയും എൻട്രി ഉണ്ടാകും. അത് എൻട്രി വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടും സെയിം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ എഴുതുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോസ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ലോസാണ്. ബാക്കി നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടിൽ എഴുതാനുള്ളത്. ഇനി സെയിം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സെക്കൻഡ് ട്രാൻസ്ഫറർ കമ്പനി വിച്ച് മീൻസ് ക്യൂ ലിമിറ്റഡിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ടത്. അതിനി നിങ്ങൾ എഴുതിയാൽ മതി. ഇത് സെയിം മെത്തേഡ് തന്നെ ആയതുകൊണ്ട് ഇനി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ ഫസ്റ്റ് 4 എൻട്രീസ്, നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എൻ്റർ ചെയ്യുന്ന ഡ്യൂ ആകുന്ന എൻട്രി തൊട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്ന എൻട്രി വരെയുണ്ട്. ഇനി ലാസ്റ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് സെയിം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ 2 കേസിലും റിയലൈസേഷൻ ലോസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ട്രാൻസ്ഫറി കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം.